ഹൂദ് നബി അലൈഹിസ്സലാം അല്ലാഹുവിന്റെ പ്രവാചകനാണ്. വിശുദ്ധ ഖുർആനിൽ ഒന്നിലധികം തവണ പരാമർശിക്കപ്പെട്ടിട്ടുള്ള ഹൂദ് നബിയെയും അവിടുത്തെ ജനതയായ ആദ് സമുദായത്തെയും കുറിച്ചുള്ള വിവരങ്ങൾ താഴെ നൽകുന്നു. ചരിത്രം. അറേബ്യൻ ഉപദ്വീപിലെ ഒമാനും യമനുമിടയിലുള്ള അഹ്കാഫ് മണൽക്കുന്നുകൾ നിറഞ്ഞ പ്രദേശം എന്ന സ്ഥലത്താണ് ആദ് ജനത ജീവിച്ചിരുന്നത്. അല്ലാഹു അവർക്ക് അതിവിശിഷ്ടമായ അനുഗ്രഹങ്ങളും കായബലവും നൽകിയിരുന്നു. വമ്പൻ കൊട്ടാരങ്ങളും ഗോപുരങ്ങളും നിർമ്മിക്കുന്നതിൽ വിദഗ്ധരായിരുന്ന അവർ കാലക്രമേണ അല്ലാഹുവിനെ മറന്ന് വിഗ്രഹപൂജയും അഹങ്കാരവും അക്രമങ്ങളും കാണിക്കാൻ തുടങ്ങി. ഈ ഘട്ടത്തിലാണ് അവരെ സത്യപാതയിലേക്ക് ക്ഷണിക്കാൻ ഹൂദ് നബി പ്രവാചകനായി നിയോഗിക്കപ്പെടുന്നത്. എന്നാൽ ഹൂദ് നബിയുടെ പ്രബോധനത്തെ അവർ പരിഹസിച്ചു തള്ളി. തുടർന്ന് 3 വർഷത്തോളം അവിടെ കടുത്ത വരൾച്ചയുണ്ടായി. അതിനുശേഷവും അവർ മടങ്ങാൻ തയ്യാറാകാതിരുന്നപ്പോൾ വിനാശകരമായ കടുത്ത കാറ്റിലൂടെ അല്ലാഹു ആദ് ജനതയെ പൂർണ്ണമായി നശിപ്പിച്ചു. 7 രാവും 8 പകലും തുടർച്ചയായി വീശിയടിച്ച ആ കൊടുങ്കാറ്റിൽ നിന്ന് ഹൂദ് നബിയും അവിടുത്തെ വിശ്വാസികളായ അനുചരന്മാരും മാത്രം രക്ഷപ്പെട്ടു. ശരീരപ്രകൃതി. ഇസ്ലാമിക ചരിത്ര ഗ്രന്ഥങ്ങളിലും ഖസ്വസുൽ അംബിയ നിവേദനങ്ങളിലും വിവരിക്കുന്നത് പ്രകാരം അസാധാരണ ഉയരവും കരുത്തും ഹൂദ് നബിയും അവിടുത്തെ ജനതയായ ആദ് സമൂഹവും അത്യധികം ഉയരമുള്ളവരും ശക്തമായ ശരീരപ്രകൃതിയുള്ളവരുമായിരുന്നു. സുന്ദരമായ രൂപം, വെളുത്ത നിറവും ഭംഗിയുള്ള മുഖവും വശ്യമായ ശബ്ദവും ഉന്നതമായ വ്യക്തിത്വവുമുള്ളയാളായിരുന്നു ഹൂദ് നബി. മഖ്ബറ ഖബർ എവിടെ സ്ഥിതി ചെയ്യുന്നു? ഹൂദ് നബി യുടെ ഖബർ എവിടെയാണെന്ന കാര്യത്തിൽ ചരിത്രകാരന്മാർക്കിടയിൽ വിവിധ അഭിപ്രായങ്ങളുണ്ടെങ്കിലും ഏറ്റവും പ്രബലവും പ്രശസ്തവുമായ അഭിപ്രായം യമനിലെ ഹദ്റമൗത്താണ് എന്നാണ്. യമൻ ഹളറമൗത്ത്. യമനിലെ ഹളറമൗത്തിലുള്ള തരീമിനടുത്തുള്ള വാലി മഹ്റയിലാണ് ഹൂദ് നബിയുടെ മഖ്ബറ സ്ഥിതി ചെയ്യുന്നത്. ലോകമെമ്പാടുമുള്ള നിരവധിയാളുകൾ സന്ദർശിക്കുന്ന പ്രധാനപ്പെട്ട തീർത്ഥാടന കേന്ദ്രമാണിത്. മറ്റ് അഭിപ്രായങ്ങൾ. ചില ചരിത്രകാരന്മാർ മക്കയിലെ മസ്ജിദുൽ ഹറാമിൽ ഹിജ്ർ ഇസ്മായിലിന് അടുത്താണെന്നും മറ്റ് ചിലർ സിറിയയിലെ ദമസ്കസ് ദർആ കേന്ദ്രീകരിച്ചാണെന്നും രേഖപ്പെടുത്തിയിട്ടുണ്ടെങ്കിലും ഹളറമൗത്തിലെ മഖ്ബറയ്ക്കാണ് കൂടുതൽ ചരിത്രപ്രാധാന്യവും പ്രചാരവുമുള്ളത്.